ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എങ്ങനെയാണ് ബബ്ബ കാണോ? ശരിക്കും ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് തന്നെയാണ് അവൾക്കൊപ്പം എന്നുള്ള രീതിയിൽ ഇതിന് ഉറപ്പായും അവൾക്കൊപ്പം. ജോബി, ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. CID മൂസ തൊട്ടാണ് കണ്ടു തുടങ്ങിയത്. അപ്പം ആരാധകരെ കണ്ട ഞാൻ ഭയങ്കര ടു കൺട്രീസ് അതെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ ഞാൻ ഒന്ന് കാണട്ടെ. ഇപ്പൊ പാട്ടൊക്കെ വരുമ്പം എൻജോയ് പക്ഷെ മനഃപൂർവ്വമായിട്ട് ഇന്ന് ഇപ്പൊ കാണാറില്ല. ഈ ഒരു ദിലീപ് എന്ന നടനെയും ആ ഒരു കളക്ഷനെയും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. നല്ല പോലെ ഹിറ്റ് ആവാനാണ് ചാൻസ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. FDFS കാണത്തില്ലെന്നാണോ അതോ OTT കാണുമെന്നാണോ? അല്ല, OTT-ലും കാണത്തില്ല. കാണില്ല. കാണാൻ പോകുമ്പോ അയാളുടെ വ്യക്തി ജീവിതമല്ലല്ലോ നമ്മൾ എടുക്കുക. അയാള് അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അയാൾ നമ്മളെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ദിലീപിന് ആക്ച്വലി സിനിമ മാത്രമല്ലല്ലോ ദിലീപിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ദിലീപ് ഒരുപാട് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ദിലീപിന് ഒരുപാട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. സാർ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അതെന്തിനാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ശരിക്കും പറഞ്ഞ ദിലീപ് ഇപ്പൊ ഫ്രെയിമിൽ വരുമ്പോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു വിഷയമാണ്. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അത് എന്റെ മോനെ മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. ഇൻസ്റ്റഗ്രാം തുറന്ന് ദിലീപിന്റെ ഇത് കാണുമ്പോ പോലും ഞാൻ എന്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒരു ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളാണ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അവൾക്കൊപ്പം നിലനിൽക്കുന്ന സമയത്ത് അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ആ പ്രതിഷേധം എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ. എന്റെ പ്രതിഷേധത്തിൽ ആ സിനിമയുടെ ഭാഗമായിട്ടില്ല, അയാൾ അഭിനയിക്കുന്ന സിനിമകളിൽ വിയോജിപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാ. ദിലീപിന്റെ ബബ്ബ റിലേഷനത്താണ്. സിനിമ കാണോ? ഇല്ല, കാണില്ല. കിട്ടിയല്ലോ. എന്തുകൊണ്ട് കാണില്ല? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ദിലീപ് മാത്രമല്ലല്ലോ സിനിമയുടെ ഭാഗം എന്ന് പറയുന്നത്. ചോദിക്കേ അല്ല, പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല. അത് ബോയ്ക്കോട്ട് ചെയ്യുന്നുള്ളൊരു സ്ഥാനമാണ്. അതൊരു പ്രതിഷേധം പോലെയാണോ, പ്രൊട്ടസ്റ്റ് ആയിട്ടാണോ കാണുന്നത്? ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ആ പുള്ളിക്കാരന്റെ വ്യക്തി ജീവിതം വേറെയാണ്, അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എനിക്കില്ല, അതുകൊണ്ട് കാണും. ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ്. കുറ്റാരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലം ആയിട്ടാണ് തോന്നാറ് ദിലീപിന്റെ പല പടങ്ങളും, പടത്തിലെ പല കാര്യങ്ങളും. ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുക, ആള് ഇനിയും നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിനിമയെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ഒരു വിഭാഗത്തിന്റെ ഒരു എതിർപ്പ് ഈ സിനിമയോ? തീർച്ചയായിട്ടും. ആ സിനിമ കാണാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, എന്ത് പറ്റി? ദിലീപ് എന്ന വ്യക്തിയെക്കാട്ടും മറ്റു സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടം എന്നുള്ള രീതിയിൽ എത്തുകയാണ്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ോടും ഇനി ആര് വന്നാലും അതിനോട് യോജിക്കുന്നില്ല. ഒരിക്കലും ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും കൂടെ എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേനും ഒരു ആള് ക്യാരക്ടറായിട്ടാണ് മാറുന്നത്. കാരണം ബിക്കോസ് ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേനും ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ദാറ്റ് പേഴ്സൺ, ഇത് അത് ക്യാരക്ടർ. അപ്പൊ അത് രണ്ടാണ്. പറഞ്ഞത് ശരി. വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും പകൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക എന്നുള്ളത് ചലച്ചിത്രത്തോടുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്ട്. കാരണം അത്തരം മനുഷ്യരെ നിൽക്കുന്ന ഒരിടമായി മലയാള സിനിമ മാറിയതിന്റെ ദുര്യോഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നാളെ ദിലീപിന്റെ സിനിമ റിലീസാകുകയാണ്, ബബബ. എന്താണ് ദിലീപിന്റെ സിനിമ ചേച്ചി കാണുവോ? പിന്നെ ജോസ് എന്തോ ഐഡിയ പറയാണ്ട് എന്താ ജോസേ? മോളെ കാണുമല്ല, ആ തിയേറ്റർ തല്ലി പൊട്ടിക്കാനുള്ള ഒരു വൈരാഗ്യം എനിക്കുണ്ട്. എന്നെ അവിടെ കയറ്റി വിടാൻ അതുണ്ടെങ്കിൽ ആ തിയേറ്റർ ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്രയ്ക്ക് ശത്രുത? ഇപ്പൊ ഉള്ള മനസ്സമാധാനം കൂടി കളയാനുള്ള പരിപാടിയാ? അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് അവനെന്ന് പറഞ്ഞൊരു ക്രിമിനലാണ്. ഞാനല്ല, പെമ്മക്കളെ പ്രസവിച്ച ഒരു തള്ളമാരും അത് അംഗീകരിക്കത്തില്ല. അവൻ തെറ്റ് ചെയ്ത ക്രിമിനൽ ഫ്രോഡുമാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതുകൊണ്ട് പെമ്മക്കളെ പ്രസവിച്ച അമ്മമാരാണെങ്കിൽ പെങ്ങാമാരുള്ളവന്മാരാണേലും അത് പ്രതികരിക്കണം. അവനെ ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുവരരുത്. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ല അവനെ ഞാൻ ചാണകം കിട്ടുമെന്ന് വാരി എറിഞ്ഞേനെ. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. ആ പെണ്ണിന് നീതി കൊടുത്തില്ലെങ്കിൽ ദൈവമെങ്കിലും ഒരു സമയത്ത് അവന് കൊടുക്കും. അറം പറ്റുന്ന വാക്കൊന്നും പറയാടി. സത്യത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ ഇതാ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോൾ ഇയാൾക്ക് തെറ്റിയതായിരിക്കും. എങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാവുന്ന ആക്കി വിടുന്ന ഇവനെ പോലുള്ളവന്റെ സിനിമ വരുമ്പോ തിയേറ്റർ തല്ലി പൊട്ടിച്ച് കളയണം. അപ്പൊ അത് കാണുവോ ഇല്ലയോ? കാണാം. അത് ദിലീപിന് ഒരുപാട് കേസുകൾ സന്തോഷമെങ്കിൽ ഞാൻ കാണാം. അത് വേലായതായിട്ട് സൂചിച്ചടാ. താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ലേഡീസിനല്ലേ പ്രശ്നം, എനിക്ക് കുഴപ്പമില്ലല്ലോ. കാണുവോ ഇല്ലയോ? കാണും. അതെന്തുകൊണ്ടാ? ദിലീപിന് ഇഷ്ടമാണ്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നുമില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പം പോയിട്ടുണ്ട്, എല്ലാത്തിന്റെ ഓരോ നട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസ് ആണ്. അതാണിപ്പോ നമ്മൾ കണ്ടത്. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരു എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുണ്ട്. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ.